ഗായ്സ്, അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? അപ്പോൾ നോമ്പല്ല, അപ്പോൾ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ കാക്കും കുട്ടികളൊക്കെ ഡ്യൂട്ടിക്കും ക്ലാസ്സിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ റമളാനിലെ ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു 4:30 ആകുമ്പോൾ അത്താഴത്തിന് എണീക്കട്ടോ. ഇതെന്താ തല തിരിഞ്ഞെന്നല്ലേ? അതെ, തല തിരിഞ്ഞിട്ടാണ്. ഒരു 10 മിനിറ്റോളം അങ്ങനെ നടക്കണം. അതിന് ശേഷം നമ്മൾ നോർമൽ ആവുള്ളൂ കേട്ടോ. അങ്ങനെ അത്താഴത്തിന് എന്താ നമ്മൾ ചെറുതായിട്ട് വത്തക്കയും ഡേറ്റ്സും തരിയൊക്കെ കുടിച്ച് പിന്നെ ബാങ്ക് കൊടുക്കോളം വെള്ളം കുടിക്കാനുള്ള സമയമുണ്ട്. അതിനൊക്കെ ശേഷം നമ്മൾ പ്രെയറൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കിടക്കും കേട്ടോ. പിന്നെ ഒരു 7:15 ആകുമ്പോഴേക്ക് കാക്കും കുട്ടികളൊക്കെ പോയിട്ടോ. അങ്ങനെ അവർ പോണത് നോക്കിക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അത്തായും അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഉറങ്ങി. പിന്നെ കുട്ടികളും കാക്കൊക്കെ പോണൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് വീട്ടിൽ കുറച്ച് അൽക്കുലത്ത് പണികളുണ്ടായി, അതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമുക്ക് ഇന്ന് നോമ്പ് 3 കേട്ടോ. അപ്പോൾ 2 ദിവസം 10 ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അപ്പം ഇന്നൊരു ചേഞ്ച് ആക്കാമെന്ന് വെച്ചിട്ട് നമുക്ക് ബീഫ് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയി കടകളൊക്കെ ഒന്ന് കറങ്ങി വരാം. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തുള്ള സ്റ്റൂണറിൽ പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ ബസ്സിന് പോകണം. ബസ് സ്റ്റോപ്പൊക്കെ ഇവിടുന്ന് 5 മിനിറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി വേഗം ബസ്സിന് പോവാം. ഇനി 2 മിനിറ്റോളം സ്റ്റോപ്പിലെത്തണം കേട്ടോ. ഓടാം. വീഡിയോ എടുത്ത് നിന്നോണ്ട് തന്നെ ബസ് മിസ്സായിട്ട് അതായത് നമുക്ക് അടുത്ത ബസ്സിന് പോകാൻ തിരക്കൊന്നുമില്ലല്ലോ. ഇപ്പോൾ നമുക്ക് കണ്ടോ നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലാണ്, ചെറുതായിട്ട് തണുപ്പുള്ള സുഖമുള്ളൊരു ക്ലൈമറ്റാണ്. നോമ്പ് വിൽക്കാനൊക്കെ നല്ല അടിപൊളി കേട്ടോ. പിന്നെ ഞങ്ങൾ നോർവേയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇത്ര സുഖമുള്ള നോമ്പ് കിട്ടുന്നു കേട്ടോ. ഞങ്ങൾ നോർവേയിൽ വന്ന ആദ്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് 21-21.5 മണിക്കൂർ നോമ്പുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല സുഖമായി 18 മണിക്കൂർ നാട്ടിലത്തൊക്കെ പോലെ ആയിട്ടോ. അൽഹംദുലില്ലാ. അങ്ങനെ ബസ് കയറിയപ്പോഴാണ് ഞാനും വേറൊരാളും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളും ഡ്രൈവറും ബസ് വിളിച്ച് പോണ പോലെ ഉണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് വെയിൽ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെയല്ലേ, കാരണം ഈ വെയിൽ തട്ടി എനിക്ക് നല്ല തലവേദന വരും. ഈ കാണുന്നതാട്ടോ സ്റ്റൂവനർ സെൻറ്റർ. അങ്ങനെ അവിടെ എത്തി നമ്മൾ അവിടെയുള്ള ഏഷ്യൻ ഷോപ്പിലേക്ക് പോവുകയാണേ. പിന്നെ ഈ സമയമായതുകൊണ്ട് തന്നെ നല്ല ഒഴിവായിരുന്നു കേട്ടോ, ആളുകളൊക്കെ കുറവായിരുന്നേ. അപ്പോൾ നമുക്കിനി കടയിൽ പോവാം. എനിക്ക് ശരിക്കും ഈ ട്രോളിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നാലും ഏതായാലും വന്നതല്ല, അപ്പോൾ ആ ചടങ്ങിന് വേണ്ടിയിട്ട് അതൊന്നും എടുത്ത്. ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാ തരം പച്ചക്കറികളും കിട്ടും കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ വീട്ടിലെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വന്നതല്ലേ വെച്ചൊന്ന് വീഡിയോ എടുത്തിട്ടോ. പിന്നെ നമുക്കിതാ കട്ട് ചെയ്ത വാട്ടർ മെലൺ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് കുറച്ച് സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താ വേണ്ടതൊക്കെ നോക്കി. എന്താണെന്നറിയില്ല, ഒരു സാധനം വാങ്ങിക്കാൻ പോയാലാണെങ്കിലും മിനിമം 3-4 സാധനമെങ്കിലും വാങ്ങിയിട്ടാൻ വരും കേട്ടോ. നോമ്പല്ല, ഇനി പുതിയ വല്ല സ്നാക്സും വന്നിക്കണോ നോക്കിട്ടോ. ഇല്ല, 2 ദിവസം മുന്നേ ഞങ്ങൾ വന്നപ്പോൾ അതേ സാധനങ്ങളുള്ളൂ. അപ്പോൾ പിന്നെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഷോപ്പുകൾ ഉണ്ടെങ്കിലും ഞാൻ ഇവിടേക്ക് വരാൻ കാരണം ഇവിടെയുള്ള ചിക്കനും മീറ്റൊക്കെ ഹലാൽ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് കട്ട് ചെയ്തിട്ട് അതാത് രീതിയിൽ കിട്ടും ചെയ്യും. ഇങ്ങനെയുള്ള കടകളിൽ ബീഫിൻ്റെയും മട്ടൻ്റെയൊക്കെ എല്ലാ പാർട്സും കിട്ടും കേട്ടോ. അങ്ങനെ ബീഫും ചിക്കനൊക്കെ വാങ്ങിച്ച് കണ്ടോ, ഒരു സാധനത്തിന് വന്ന് ഞാൻ 2-3 സാധനമൊക്കെ വാങ്ങി തിരിച്ച് ബസ് കയറിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി. വീട്ടിലെത്തി ചെറിയ റെസ്റ്റും പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബീഫ് ഉണ്ടാക്കാൻ കിച്ചൺ കയറിട്ടോ. അപ്പോൾ ഈ കുക്കറിൻ്റെ ഉൾഭാഗം കണ്ടിട്ട് ആരും ഒന്നും തോന്നണ്ട, കുക്കറിൽ പുട്ടുണ്ടാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ആയത്. അത് മാറാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയട്ടോ. ഞാൻ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ബീഫാണ്. ബീഫിൽ സവാളയും ചെറിയ ഉള്ളിയും അതുപോലെ മുളകും കരിവേപ്പിലയും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നമ്മൾ നല്ല മാരിനേറ്റ് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. ഈ ബീഫ് വേകുന്ന സമയത്ത് തന്നെ ഞാനൊരു മസാല ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഈ വെന്ത ബീഫ് ഇതിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ കുരുമുളക് മാത്രം ഇട്ടിട്ട് വെച്ച ബീഫ് കറി റെഡി ആയിട്ടാ. കുരുമുളക് മാത്രമെന്നല്ല, കൂടുതലും കുരുമുളകാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഓരോരോ പണികൾ വേഗം തീർക്കേ. നമുക്ക് ദോശയാണ് കേട്ടോ. നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ നീർദോശ പറയില്ലേ, അപ്പോൾ അതിനുള്ള മാവ് അരച്ച് വെക്കാം. ഇതേ സമയം ഞാൻ ജ്യൂസിനുള്ള പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ ഇപ്പോൾ ഏതായാലും കിച്ചണിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 4 മണിയായിട്ടോ. ഇനി ഏകദേശം ഒരു 1/2 മണിക്കൂറാകുമ്പോഴത്തേന് 1/4 മണിക്കൂറാകുമ്പോഴത്തേന് കുട്ടികളെത്തും. നമുക്കിന്ന് 5:45 6 മണിക്കാട്ടോ ബാങ്ക്. കുറച്ച് സ്നാക്സ് ഉണ്ടാക്കുക, ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക. ഫ്രൂട്ട്സ് കാര്യമായിട്ടൊന്നുമില്ല, സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാട്ടർ മെലൺ അങ്ങനത്തെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ പൊരിക്കടികളായാലും നമ്മൾ ദിവസം ഉണ്ടാക്കലൊന്നുമില്ല. ഡയലി തിന്നുന്നത് അത്ര നല്ലതൊന്നുമല്ല നോമ്പ് നോറ്റിട്ട്. പിന്നെ അപ്പോൾ ഏതായാലും നമുക്ക്
വയ്യ വയ്യ ഓരോ വിശേഷങ്ങളായിട്ട് കാണാം. വർക്കിൻ്റെ ഭാഗമായിട്ട് സിസ്റ്റത്തിൽ കുറച്ച് ഇരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയപ്പത്തിന് കുട്ടികളൊക്കെ വരാനായി. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നല്ല ഉറക്കം വരും കേട്ടോ. നോമ്പും സ്ക്രീനിൽ തന്നെ ആയതുകൊണ്ട് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഏതായാലും ലാപ്പൊക്കെ മാറ്റി വെച്ച് പുറത്തൊരു വണ്ടിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കട്ടാ. എന്റെ പേര് തന്നെ. എന്റെ കയ്യിലെന്താ ബേബി എങ്ങനെയുണ്ടായിരുന്നു? ഇതെന്താണ്? ബാറ്ററി എവിടെയാ? എന്താ നിങ്ങൾക്കിത് ക്ഷീണം നോമ്പുള്ള പോലെ? കാക്കോ എന്തൊരു ക്ഷീണം നോമ്പുള്ള പോലെ. ബാറ്ററിയാ? നോമ്പുണ്ടോ? ശരി. പിന്നെ കുട്ടികളൊക്കെ വന്നതിന് ശേഷം തിരക്കായിട്ടോ. പിന്നെ നമുക്ക് സമയവും കുറവായതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. നമ്മളെ ഫുഡൊക്കെ റെഡിയായി. നോമ്പ് തുറക്കാൻ നമുക്ക് വെള്ളമുണ്ട്, ഈത്തപ്പഴമുണ്ട്. പിന്നെ മെയിൻ ഫുഡായിട്ട് ദോശയും നമ്മളിന്ന് രാവിലെ പോയി വാങ്ങിച്ച ബീഫും ഉണ്ട് കേട്ടോ. പിന്നെ സ്നാക്കായിട്ട് സമൂസയും പഴം വാട്ടിയതുണ്ട്, ഫ്രൂട്ട്സ് ഇതും വത്തക്കയും. പിന്നെ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. പിന്നെ തരി. ഇതിപ്പോ എനിക്ക് ഫ്രീ ഉള്ള ദിവസമാണ് കേട്ടോ. ബിസി ആണെങ്കിൽ ഇതേ 1 മണിക്കൂർ മുന്നേ ഞങ്ങൾ വന്ന് ഒന്നിച്ച് കടപ്പട എന്തേലും മെയിൻ ഫുഡ് മാത്രം ഉണ്ടാക്കി നോമ്പെടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളെ നോമ്പിന്റെ വിശേഷങ്ങള്. ഇനി എന്താ, ഫുഡ് കഴിക്കുക, പ്രാർത്ഥന, കുട്ടികളെ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക, സമയമായാലും വേഗം അവരുറക്കുക, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ വിവരങ്ങള്. അപ്പൊ ഇനി ഏതായാലും ഞങ്ങൾ നോമ്പെടുക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ ഈ നോമ്പിന്റെ വിശേഷങ്ങൾ ഇന്നത്തെ ഡേ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണേ. അതുപോലെ സബ്സ്ക്രൈബും ബാക്കി എല്ലാം ചെയ്യാൻ മറക്കരുത്.